വർഷം 2007. ക്യാമ്പ് നൂവിൽ യുണിസെഫ് സംഘടിപ്പിച്ചൊരു ഫോട്ടോഷൂട്ടിൽ ലയണൽ മെസ്സിയോട് വെറും 6 മാസം പ്രായമുള്ളൊരു കുഞ്ഞിനോടൊപ്പം ഫോട്ടോ എടുക്കാൻ ആവശ്യപ്പെടുന്നു. സാധാരണ എന്നോണം വന്ന് 19കാരനായ ലയണൽ മെസ്സി ആ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയോ ക്യാമറ കണ്ണുകൾ പകർത്തി കഴിഞ്ഞിരുന്നു. ആ കുഞ്ഞ് ആരാണെന്നോ ഭാവിയിൽ ആരായി തീരുമെന്നോ എന്നൊന്നും അവിടെയുള്ള ആർക്കും അറിയില്ലായിരുന്നു. നീണ്ട 17 വർഷത്തോളം കാലം ആ ചിത്രം പുറലോകം കണ്ടിരുന്നില്ല. എന്നാൽ ആ 17 വർഷത്തിനുള്ളിൽ ലയണൽ മെസ്സി തന്റെ രാജ്യത്തിനായി ലോക കിരീടം ചൂടി. തന്റെ ജനറേഷനിൽ തന്നെ ഏറ്റവും മികച്ച ഫുട്ബോളറുമായി തീർന്നു. എന്നാൽ അതേസമയം ആ ചിത്രത്തിലെ മെസ്സിയോടൊപ്പം ഉണ്ടായിരുന്ന കുഞ്ഞ് ബാഴ്സലോണയുടെ അക്കാഡമിയിൽ ഫുട്ബോൾ കളിച്ച് വളരുന്നുണ്ടായിരുന്നു. തന്റെ 14-ാം വയസ്സിൽ തന്നെ ആ കുഞ്ഞ് ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചു തുടങ്ങി. അത് മറ്റാരുമായിരുന്നില്ല, ഇന്ന് ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്ന ഫ്യൂച്ചർ മെസ്സി എന്ന് ലോകം വിശേഷിപ്പിക്കുന്ന ബാഴ്സലോണയുടെ യുവരക്തം സ്പാനിഷ് സ്ട്രൈക്കർ ലാമിൻ യമാലാണ്. 17 വർഷത്തിനിപ്പുറം ആ ചിത്രം ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ അടക്കി ഭരിക്കുമ്പോൾ എല്ലാ കണ്ണുകളും ഉറ്റുനോക്കുന്നത് 2026 വേൾഡ് കപ്പിന്റെ ഫൈനൽ പോരാട്ടത്തിലേക്കാണ്. ലയണൽ മെസ്സി എന്ന ഫുട്ബോളിന്റെ രാജകുമാരൻ തന്റെ അവസാന വേൾഡ് കപ്പിനിറങ്ങുമ്പോൾ ഫൈനൽ പോരാട്ടത്തിന്റെ പടിവാതിൽക്കൽ വെല്ലുവിളിയുമായി കാത്തുനിൽക്കുന്നത് അന്ന് ആ ചിത്രത്തിലെ 6 മാസ പ്രായക്കാരനാണ്. ഈ ഫൈനൽ മാമാങ്കം അവസാനിക്കുന്നതോടെ ഫുട്ബോൾ ലോകത്ത് സംഭവിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒരു ഇതിഹാസം വിട പറയുമ്പോൾ മറ്റൊരു ഇതിഹാസം തന്റെ